രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പുനലൂരിൽ പുറത്തേക്കിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഇവിടെ ഉഷ്ണത്തിന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല. ഫെബ്രുവരി മാസത്തിലെ ചൂട് കനത്തതോടെ വരുന്ന വേനൽക്കാലത്ത് എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ചൂട് കൂടുതലാണെങ്കിലും ആളിറക്കം കുറവാണ്. ആളിറങ്ങത്തില്ല. മുമ്പ് ഇറങ്ങുന്നതിൻ്റെ പാതി ആൾ പോലും ഇപ്പോൾ ഇറങ്ങത്തില്ല. പക്ഷേ ഈ സമയങ്ങളിൽ ഓവർ കച്ചവടം വരണ്ടെന്നേ പുറത്തിറങ്ങി. അവിടെ വേണം. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യല്ലോ, പൊള്ളുവാണല്ലോ. നിങ്ങളൊക്കെ എങ്ങനെ പുറത്തിറങ്ങുന്നുണ്ടോ? ഭയങ്കര ക്ഷീണമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കണക്കനുസരിച്ചേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ താപനില കൂടിയ ഒരു സ്ഥലമാണ് പുനലൂർ. പാലക്കാടും പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട്. രാവിലെ 10 മണിയോടെ ചൂട് കനക്കും. ഉച്ചയോടെടുക്കുമ്പോഴേക്കും ചുട്ടുപൊടും. വഴിയോര കച്ചവടക്കാർ, ചുമട്ടുകാർ, ഓട്ടത്തൊഴിലാളികൾ എല്ലാവരും വിയർത്തൊഴുകുകയാണ്. വണ്ടിക്കകത്തിരുന്ന് ഉരുകുക, നെയ്യ് ഉരുകുന്ന കണക്ക് ഉരുകയാണ്. മരങ്ങളാണ് എല്ലാ ഇലകളും കൊഴിഞ്ഞു വീഴുക. അതുകൊണ്ട് ഒട്ടും തണലെന്ന് പറയുന്ന സാധനമില്ല. ഈ ചൂട് എങ്ങനെ അതിജീവിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. ഇല കൊഴിഞ്ഞ വൃക്ഷങ്ങൾ വരാനിരിക്കുന്ന മോശം കാലത്തേക്കുള്ള സൂചന. കഴിഞ്ഞ മാസം 22-ന് 36.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പുനലൂരിലെ ചൂട്. ശരാശരി താപനില 36 ഡിഗ്രി. 12 മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാനും പറ്റത്തില്ല, കിടക്കാനും പറ്റത്തില്ല. വണ്ടി ഓടിയാൽ പോലും, വണ്ടിയിൽ ഇരിക്കുമ്പോൾ പോലും അതിഭയങ്കരമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വെള്ളം കുടിച്ച് ഉറപ്പാട് വരികയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് കൂടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ഷാനാസ് പരിതിരപ്പം, കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.